മലപ്പുറം ജില്ലയിൽ ദേശീയപാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്ന വിവിധ ഇടങ്ങളിൽ പലതരത്തിലുള്ള പരാതികളാണ് നാട്ടുകാർ ഉയർത്തുന്നത്. ചില മേഖലകളിലൊക്കെ തന്നെ അപകടങ്ങളെ തുടർന്ന് മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. വാഹനാപകടങ്ങൾ പതിവാണെന്നുള്ളതാണ് നാട്ടുകാർ സൂചിപ്പിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പൊന്നാനി വെളിയങ്കോട് ഭാഗത്താണ്. ആഴ്ചകൾക്ക് മുമ്പായിരുന്നു ഇവിടെ ഏറെ ദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. 2 യുവാക്കൾ ഈ ഒരു മേൽപ്പാലത്തിൽ, നിർമ്മാണം പൂർത്തിയാകാത്തൊരു മേൽപ്പാലത്തിൽ നിന്നും മഴ പെയ്തതിനെ തുടർന്ന് വാഹനം എടുത്തു പോകുന്നതിനിടയിൽ ഈ ഒരു പാലത്തിലുണ്ടായിരുന്ന കമ്പികൾ പെട്ട അപകടത്തിൽപ്പെടുകയും മരണം സംഭവിക്കുകയായിരുന്നു. ആ ഒരു മേഖലയിലാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത്. വെളിയങ്കോട് പ്രദേശത്തെ നാട്ടുകാർ പറയുന്നത് അശാസ്ത്രീയമായ നിർമ്മാണവും അത്തരത്തിലുള്ള ശ്രദ്ധയില്ലാത്ത പ്രവർത്തനവും മൂലം ഈ വെളിയങ്കോട് ഭാഗത്തും പൊന്നാനി ഭാഗങ്ങളിൽ ഉൾപ്പെടെ നിരവധി അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. കൃത്യമായ അറിയിപ്പ് ബോർഡുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളോ ഒന്നും തന്നെ ഈ ഒരു നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന കരാർ കമ്പനിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരോ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതൊക്കെ തന്നെയാണ് അപകടങ്ങൾക്ക് കാരണം എന്നുള്ളതാണ് വെളിയങ്കോട്ടെ പ്രദേശവാസികൾ ചേരുന്നത്. നാട്ടുകാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ? സാറേ, നമ്മൾ ഓൾറെഡി പറയാം, നമ്മളൊരു വികസന വിരുദ്ധരല്ല. ഇതൊക്കെ ഒരു 10 വർഷം മുന്നേ ഇവിടെ ഇങ്ങനെ ഒരു വികസനം വരേണ്ടിയെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകൾ. അതാണ് അതിന്റെ ശരി. ഇവിടെ നിത്യസംഭവമാണ് ആക്സിഡന്റുകൾ, നിത്യസംഭവമാണ്. ഡെയിലി ആക്സിഡന്റ് നടക്കുന്നുണ്ട്. പക്ഷേ ഈ സീരിയസ് ആയ കേസുകൾ, മരണങ്ങൾ, അതൊക്കെ മാത്രമാണ് ഈ പുറത്ത് ജനങ്ങൾ അറിയുന്നത്, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ബാക്കിയെല്ലാം നിത്യസംഭവമായിട്ട് ഇവിടെ നടക്കുന്നത്. ഡെയിലി ആക്സിഡന്റ് നടക്കുന്നത്. അത് വെളിയങ്കോട് പൊന്നാനി എന്ന് മാത്രമല്ല. എന്തുകൊണ്ടാണ് അപകടങ്ങൾ കൂടുതലായിട്ട്? നമുക്ക് തോന്നുന്നത് ഇത് അശാസ്ത്രീയം എന്നും നമുക്ക് പറയാൻ സാധിക്കൂല. കാരണം നമുക്ക് ഇതിന്റെ ശാസ്ത്രീയ വശങ്ങൾ അറിയില്ല. എന്നാലും ഇതിന്റെ ഒരു കെയർലെസ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ആളുകളല്ല, നമുക്കറിയാൻ സാധിക്കും. ഡ്രൈവ് ചെയ്യുന്ന ആർക്കും അറിയാൻ സാധിക്കും. ഇവിടുന്ന് ഇപ്പോൾ ഏകദേശം ഒരു എറണാകുളം വരെ പോവുകയാണെങ്കിൽ, ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ വിഷയം മാത്രമല്ല, ഈ നടക്കുന്ന ഈ ഹൈവേലെ ഒരു കെയർലെസ് ആയിട്ടുള്ള ഒരു 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 പ്രശ്നം ഉണ്ട് അവിടെ. സ്വാഭാവികമായിട്ട് പറയുകയാണെങ്കിൽ വെളിയങ്കോട് ചാവക്കാട് മേഖലയിൽ തന്നെ 2 ആഴ്ചയുടെ ഉള്ളിൽ ഏകദേശം 10ഓളം ആക്സിഡന്റ് നടന്നിട്ട് മരണം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് കൂടുതൽ സിഗ്നൽ ബോർഡൊക്കെ സ്ഥാപിക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ. സുഹൃത്തിന്റെ കുറ്റിപ്പുറത്ത് ഒരു ആക്സിഡന്റിൽ ഒരു ഓട്ടോ ഡ്രൈവർ ഉണ്ടായിരുന്നു. അയാൾ ആക്സിഡന്റ് ഈ സംഭവം ഉണ്ടാവില്ല. അപ്പൊ നോക്കിയൊക്കെ അത് ഒരു സംഭവം ഉണ്ടായതിനു ശേഷമാണ് ഈ വണ്ടി ഇവിടെ ഈ ആക്സിഡന്റിൽ 2 പിള്ളേർ മരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നു പൊന്നാനി, വെളിയങ്കോട്, കുറ്റിപ്പുറം ഈ ഭാഗങ്ങളിൽ ദിനം പ്രതി അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അപകട മരണങ്ങൾ പോലും ഉണ്ടായിട്ടും ഇതിന്റെ അധികാരികൾ കണ്ണു തുറക്കുന്നില്ലെന്നൊരു പരാതി. അധികാരികൾ, അത് നമുക്കറിയാൻ സാധിക്കില്ല. എന്തായാലും അപകടങ്ങൾ നിത്യസംഭവമാണ്. അത് കണ്ണ് തുറക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് അവരുമായി ഉത്തരവാദിത്തപ്പെട്ട വിഷയങ്ങളാണ്. അപ്പൊ നമ്മൾ ഇനിയിപ്പോ കണ്ണ് തുറക്കുന്നോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥരെ ഇഷ്യൂമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് അതൊക്കെ സംഭവിച്ചില്ല. ഇത് കണ്ട, ഇനിയിപ്പോ ഇവിടെ വണ്ടി ഒന്നും ഇടിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അത് അതിന്റെ മുന്നേ അവർ അങ്ങനെ ഒന്ന് കെയർ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഈ 2 മരണങ്ങൾ ഒഴിവാക്കായിരുന്നു. ഇതിന്റെ എൻഡില് ഒരു മെറ്റല് വീണിട്ട് ഒരുപാട് ബൈക്ക് സ്കിഡായിരുന്നു. പിന്നെ അതില് തന്നെ ഒരു നിഷാദ് തന്നെ നമ്മുടെ സുഹൃത്താണ് ഇടപെട്ടിട്ട് അവര് മെറ്റലൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കിച്ചത്. പിന്നെ അതിനുശേഷം കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരുപാട് ബൈക്ക് അവിടെ സ്കിഡായി വീണിട്ടുണ്ടായിരുന്നു. ചെറിയ ഇഞ്ചുറീസുകൾ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ രാജ്യത്തെ സംസ്ഥാനത്തുൾപ്പെടെ വികസനത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വലിയ പ്രവർത്തനമാണ് നടക്കുന്നത്. പക്ഷെ അതിൽ കൃത്യമായ സൈൻ ബോർഡുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്നലെ 2 ദിവസം മുന്നേ ഇവരിതിന്റെ സൈഡിൽ ഡീഷട്ടർ ചെയ്യുന്ന സമയത്ത് താഴെ കൂടെ ആൾക്കാർ പോകുന്നുണ്ട്. ഡീഷട്ടർ ചെയ്യുന്ന ഈ സ്റ്റീലും ഇതൊക്കെ താഴെക്കാണ് വീഴുന്നത്. ഒരാളുടെ തല വീണ വലിയൊരു അപകടമാണ് അവിടെ ഇവര് ശരിക്ക് ബാരിക്കേഡ് വെച്ച് അവിടെ സൈൻ ബോർഡ് വെച്ച് അവിടെ കവർ ചെയ്യേണ്ടതാണ്. എനിക്കും ഇന്നലെ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇന്നലെ വണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഇവര് ഡീഷട്ടർ ചെയ്യുന്നുണ്ട് മേളിൽ. അവിടെ താഴെ ഒരു സൈൻ ബോർഡും ഇല്ല, ഒരു ബാരിക്കേഡ്. അറ്റ്ലീസ്റ്റ് ഒരാൾ നിന്നിട്ട്, ഒരു ഫ്ലാഗ് മാൻ നിന്നിട്ട് ഒരു സൈനെങ്കിലും കൊടുക്കണം. ഒന്നുമില്ല. അവരവിടെ മേലെ നിന്ന് ഡീഷട്ടർ ചെയ്യുന്നു, താഴെ കൂടെ ആൾക്കാർ പോകുന്നു. അത് ജസ്റ്റ് ഒരു നെട്ടോ വോൾട്ടോ എന്തെങ്കിലും തല വീണ അതൊരു വലിയ അപകടമായി മാറും. നിങ്ങൾ ആവശ്യപ്പെടുന്ന മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്, ഇതിന്റെ ഒന്ന് കെയർ ആയിട്ട് കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് നമ്മൾ ഒരു സൈൻ ബോർഡുകൾ, കാരണം മഴ ഉണ്ട് ഇപ്പൊ, അങ്ങനെ ഒരു മഴയുടെ സീസൺ കൂടിയാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ നമുക്ക് അറിയാൻ സാധിക്കും അത് പെട്ടെന്ന് തിരിയലും അറിയലും ഒക്കെ ആയിട്ട് കുറെ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനെ ഒരു ഉത്തരവാദിത്തപ്പെട്ട രൂപത്തിൽ നിങ്ങൾ അതൊന്ന് കെയർ ചെയ്യുക. ആളുകളെ ഒരു കുഷൻസ് എല്ലാ മേഖലകളിലും, അത് ഒരു പ്രധാന കാര്യം, ജീവന്റെ കാര്യമാണ്. ഇത് വെളിയങ്കോടോ അല്ലെങ്കിൽ പൊന്നാനിയുമായി ബന്ധപ്പെട്ട കാര്യമല്ല. നമ്മളിപ്പോ കുറ്റിപ്പുറത്തുനിന്ന് ഫോർ എക്സാമ്പിൾ പറയാണ്, എറണാകുളം വരെ പിടിക്കുകയാണെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് ഇത് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. ഒന്നാമത്. പിന്നെ വികസനം ഇതൊക്കെ ഒരു 10 വർഷം മുന്നേ വരേണ്ട കാര്യമായിരുന്നു. ഇപ്പൊ ഏകദേശം ഇപ്പൊ എറണാകുളത്തേക്ക് നമ്മൾ ഒന്ന് വണ്ടി പോകണമെങ്കിൽ 3-3.5 മണിക്കൂറാണ് അല്ലെ. നമ്മുടെയൊക്കെ ഒരുവിധം ആയുസ് ഈ റോഡിൽ തന്നെ സമയം ചെലവഴിച്ചു കഴിഞ്ഞു. ആ സ്ഥാനത്ത് ഇത് ഒരു 10 വർഷം മുന്നേ വരികയാണെങ്കിൽ നമുക്ക് എറണാകുളത്ത് പോയിട്ട് മീൻ മേടിച്ചു വരാം 1-1.5 മണിക്കൂറിനുള്ളിൽ. സിമ്പിൾ കാര്യമാണ്. വികസനത്തിന് ഞങ്ങൾ ആരും എതിരല്ല, വികസനം തന്നെ വേണം. ഇതൊക്കെ 10 വർഷം മുന്നേ വേണ്ടിയിരുന്ന കാര്യമാണെന്ന് നമ്മൾ പറയുന്നത്. ഇതൊക്കെ വലിയ ഉപകാരമാണ്. ഈ റോട്ടിലൊക്കെ പോകാൻ തന്നെ നമുക്ക് ഒരുപാട് ടൈം
നമുക്ക് കിട്ടുന്നതാണ്. അത്രേ ഉള്ളൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സാർ ഒരിക്കൽ ഇവിടെ വന്നിരുന്ന് സംസാരിച്ചിരുന്നു. ഈ റോഡ് ഇപ്പൊ ക്രോസ് ചെയ്തിട്ട് പെട്ടെന്ന് ഇപ്പൊ നമ്മൾ ഇന്ന് പോയ ഒരു വഴിയാവില്ല നാളെ പോകുന്നത്. ആ ക്രോസിങ്ങിന് പ്രത്യേകിച്ച് ഒന്നും വെക്കുന്നില്ല. ചെറിയ നാട്ടുകാരായ ആളുകൾ പോലും യാത്ര ചെയ്യുമ്പോൾ റോഡുകൾ തിരിച്ചറിയാം. നമ്മളിപ്പോ ഇന്ന് പോകുന്ന ഇപ്പൊ ഞാൻ ഈ നാട്ടിലുള്ള ആളാണ്. നമ്മളിപ്പോ ഇവിടെ നിന്നാണ്ട് കട്ട് ചെയ്യണ്, നാളെ ആ കട്ടിങ് ഇല്ല. തൊട്ടപ്പുറത്തെ കട്ടിങ്ങിൽ നിന്ന് തിരിച്ച് വലിയ വണ്ടി ഇങ്ങോട്ട് തിരിച്ചു വരണത്. അതിന് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. സാർ ഒരു പ്രധാന പോയിന്റ് പറഞ്ഞാല് ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണല്ലോ ഇത് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് അതിന് സ്പീഡ് ഉണ്ടാവും, വേഗത ഉണ്ടാവും. ഇതിപ്പോ സർക്കാർ സംവിധാനങ്ങളൊക്കെ ആണെങ്കിൽ നൂറ്റാണ്ടുകളുടെ പഴക്കം വരും, സ്വാഭാവികമാണ് അല്ലെ. ഒരു പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടിട്ട് അത് നടപ്പിലാക്കപ്പെടുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇതിന് വേഗത കൂടും എന്നുള്ളതാണ്. പക്ഷെ അവര് ഈ ഒരു കാര്യം ശ്രദ്ധ മനുഷ്യന്റെ ജീവനുകളാണ്. അപ്പൊ സ്വാഭാവിക നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമല്ലേ. അപ്പോൾ അതൊന്ന് കെയർ ആവുക എന്നുള്ളതാണ് പ്രധാന വിഷയം. തീർച്ചയായും അത് തന്നെയാണ്. വലിയ പ്രശ്നങ്ങളുണ്ട് ഈ ഒരു മേഖലയിൽ. അപകടങ്ങൾ തുടർക്കഥയാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതിലൊക്കെ തന്നെ ഒരു ഇടപെടലുണ്ടാകണം. സൈൻ ബോർഡുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ റോഡ് പ്രവൃത്തി നടക്കുന്ന മേഖലകളൊക്കെ തന്നെ സ്ഥാപിക്കണം. അത് യാത്രക്കാർക്ക് ഇക്കാര്യങ്ങളൊക്കെ തന്നെ തിരിച്ചറിയാൻ ഒരു വഴിയൊരുക്കുമെന്നുള്ളതാണ് ഇവിടെയുള്ള നാട്ടുകാരും ഒരുപോലെ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിശിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ, പൊന്നാനി.